കള്ളം പ്രചരിപ്പിക്കുന്ന മുഖ്യമന്ത്രിയാണെന്നും ഇതിനെ തെരഞ്ഞെടുപ്പിൽ വൻ തിരിച്ചടി ഉണ്ടാക്കുമെന്നും കോൺഗ്രസ് നേതാവും വട്ടിയൂർക്കാവിലെ UDF സ്ഥാനാർത്ഥിയുമായ K. മുരളീധരൻ. പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് പ്രചാരണം നടത്തിയിട്ട് കാര്യമൊന്നുമില്ല. തെരഞ്ഞെടുപ്പിൽ SDPIക്ക് സ്വതന്ത്ര നിലപാടെടുക്കാമെന്നും K. മുരളീധരൻ 24-നോട്. തിരുവനന്തപുരത്ത് നിന്നും R. ശ്രീജിത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി K. മുരളീധരൻ ഇന്ന് ഓശാന ഞായർ പ്രമാണിച്ച് പള്ളികളിലുള്ള സന്ദർശനത്തിലാണ്. ഇന്ന് തിരക്ക് പിടിച്ചൊരു ദിവസമാണെന്നറിയാം. എങ്ങനെയുണ്ട് വട്ടിയൂർക്കാവിന്റെ? വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. 100% വിജയിക്കും. ഇന്ന് പ്രധാനമന്ത്രി കേരളത്തിലെത്തി BJPക്ക് വേണ്ടി പ്രചാരണം നടക്കുകയാണ്. അപ്പം ഈ പ്രധാനമന്ത്രിയുടെ വരവൊക്കെ എങ്ങനെയാണ് UDF നേതൃത്വം കാണുന്നത്? ഇല്ല, അതൊന്നും ഞങ്ങളെ ബാധിക്കില്ല. കാരണം ഒരു അംഗത്തിനെ പാർലമെന്റിലേക്ക് അയച്ചിട്ട് പോലും ഒരു നേട്ടവും കേരളത്തിനുണ്ടായിട്ടില്ല. കേരളത്തിന് ലഭിക്കേണ്ട ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലും തരില്ല എന്നുള്ള സ്റ്റാൻഡാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഒരു കേന്ദ്രത്തിൻ്റെ പ്രോജക്റ്റും ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് കേരളത്തിന് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരു എന്താ പറയുക, ഒരു ഭൂരിപക്ഷം കിട്ടില്ല എന്ന് ഉറപ്പുള്ള ഒരു സ്റ്റേറ്റിൽ വന്ന് പ്രധാനമന്ത്രി വോട്ട് ചോദിച്ചാൽ അതൊന്നും ജനങ്ങൾ അർഹിക്കുന്ന അവജ്ഞയോടെ ജനങ്ങൾ തള്ളിക്കളയും. ഇപ്പോൾ ഈ CPM BJP ഡീൽ എന്ന കോൺഗ്രസ് ആരോപണത്തിന് പിന്നാലെ SDPയുമായുള്ള സഹകരണവും ചർച്ചയായിട്ടുണ്ട്. ഈ SDPI സഹകരണത്തിന്റെ കാര്യത്തിൽ CPMന്റെ നിലപാടിനെ കോൺഗ്രസ് സംശയിക്കുന്നുണ്ടോ UDF? അല്ല, SDPIക്ക് അവർക്ക് സ്വതന്ത്രമായിട്ടുള്ള നിലപാടുണ്ട്. പലയിടത്തും ഒരു സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അപ്പോൾ അത് ഒരു ചർച്ചയാക്കേണ്ട കാര്യമില്ല. ഈ പൊതുവിലെ മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, കേരളത്തിലെ കാര്യമായ വികസനം ഉണ്ടായിട്ട് അതിനോട് ഒരു നിഷേധാത്മക സമീപനമാണ് കോൺഗ്രസ് UDF കള്ളം പ്രചരിപ്പിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി ആരോപിക്കുന്നത്. ഏറ്റവും നല്ലതായിട്ട് കള്ളം പ്രചരിപ്പിക്കുന്ന മുഖ്യമന്ത്രിയാണ്. കാരണം വൃത്തികെട്ട ഭാഷയിൽ പോലും പ്രതിപക്ഷങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് അതിനൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകും. മുഖ്യമന്ത്രിയുടെ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾക്കെതിരെ ശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്നാണ് K. മുരളീധരൻ ഇപ്പോൾ പറയുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് മനീഷിനൊപ്പം R. ശ്രീജിത്ത്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.